ഞാനിപ്പോ നിക്കണ എന്റെ മഞ്ഞമുളകിന്റെ അടുത്താണ്. അപ്പൊ ഈ മഞ്ഞമുളകിനെ അയിനാൻ മുളക്, ചക്രവർത്തി മുളക് എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ മുളകിന്. അതേപോലെ തന്നെ ഒരു പ്രത്യേക മണവും എരിവൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മുളകിന്റെ വെറൈറ്റി തന്നെയാണ് ഇത്. കണ്ട, ഇതിങ്ങനെ പഴുത്ത് കിടക്കണ കാണാൻ തന്നെ കണ്ടില്ലേ, ചെടിമേല് പച്ച മഞ്ഞയൊക്കെ ആയിട്ട് കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആദ്യം ഇത് ഉണ്ടാവുമ്പോ തന്നെ കണ്ട ഇതേപോലെ പച്ച കളറായിരിക്കുള്ളൂ കേട്ടോ. പഴുക്കുമ്പോഴാണ് ഇതേപോലെ മഞ്ഞ കളർ ആകണത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് എളുപ്പം കണ്ട ഇതേപോലെ എളുപ്പ സ്റ്റേജിൽ നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതിപ്പോ ഞാൻ വളർത്തിയേക്കുന്നത് ഗ്രോ ബാഗിലാണ് കേട്ടോ. നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അതേപോലെ തന്നെ മണ്ണിലൊക്കെ ഇവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. വെള്ളക്കെട്ടില്ലെങ്കിൽ നമുക്ക് മണ്ണിലും കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നന്നായിട്ട് തന്നെ മുളക് ഉണ്ടായി കിട്ടുകയും ചെയ്യും. മുളക് ചെടികളൊക്കെ എപ്പോഴും നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നടലാണ് നല്ലത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് മാറ്റി വെക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി നമുക്ക് കൃഷി ചെയ്യാനായിട്ട്. കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ വീട്ടിലെ കരിയിലും അതേപോലെ തന്നെ നമ്മുടെ ബാഗിൽ നിറച്ച് കഴിഞ്ഞാല് മീൻ കഴുകണ വെള്ളം, അരി കഴുകണ വെള്ളം, അതേപോലെ തന്നെ സവാള, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ നന്നാക്കുമ്പോൾ അതിന്റെ തോടൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് മുളകിന് യാതൊരു കീടങ്ങളുടെ ശല്യവും ഉണ്ടാവൂല. മുളക് നന്നായിട്ട് പൂവിടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി നമുക്ക് മുളക് കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും കണ്ട ഈ മഞ്ഞമുളകൊക്കെ ഇതിന്റെ വിത്ത് പാകിയായിട്ടാണ് മുളപ്പിക്കണത്. ഈ മുളകിന്റെ ഉള്ളിൽ നിറച്ച് വിത്തായിരിക്കുള്ളൂ. അത് പായി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പറിച്ച് നടുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും വീട്ടില് ഈ മഞ്ഞമുളകൊക്കെ കൃഷി ചെയ്യണം.